ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഖാദി ബോർഡ് LDC എക്സാമിനേഷൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്യൂട്ടബ്ലി യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ക്ലോസ്. ഷീ ഡാഷ് ദ എക്സാമിനേഷൻ ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ. ഓപ്ഷൻ ബി വുഡ് ഹാവ് പാസ്ഡ് ആണ് കറക്റ്റ് ആൻസർ. അതായത് ഇത് ഈഫ് ക്ലോസിലെ തേർഡ് ടൈപ്പ് ആണ്. ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഹാർഡ് സ്റ്റഡീഡ്, ഹാർഡ് പ്ലസ് V3 വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസിൽ വരുന്നത് വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഷുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്, വുഡ് ഹാവ് പാസ്ഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹീ ഹാസ് ഹാർഡ്ലി എനി മണി. ക്വസ്റ്റ്യൻ ടാഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഹാസ് ഹിയർ. ഈ സെൻറ്റൻസിൽ ഹാർഡ്ലി വന്നിരിക്കുന്നത് കൊണ്ട് ഈ സെൻറ്റൻസ് ഒരു നെഗറ്റീവ് ടൈപ്പ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അതായത് നോട്ടൊന്നും ചേർത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി വരില്ല, ഹാസിൻ്റെ ഹി വരത്തില്ല. പിന്നെ ഇവിടെ വരുന്നത് ഹാസ് ഹി എന്നാണ്. ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്താണ്? ഹാസ് ആണ്. അപ്പം ഹാസ് ഹി ആണ് വരേണ്ടത് ക്വസ്റ്റ്യൻ ടാഗ്. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പോർട്ട് ദ സെൻറ്റൻസ് പ്രോപ്പർലി. ഹാവ് യു മെറ്റ് ദ പ്രിൻസിപ്പാൾ, ദ ടീച്ചർ സെഡ് ടു മീ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് മെറ്റ് ദ പ്രിൻസിപ്പാൾ. ഇതൊരു എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടുത്തെ സ്പീച്ച് പാർട്ട് എന്ന് പറയുന്നത് ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ടൈപ്പാണ്. ഹാവ് യു മെറ്റ് ദ പ്രിൻസിപ്പൾ. അതായത് ഈ സെൻറ്റൻസിൽ നമുക്ക് രണ്ട് പാർട്ട് ഉണ്ടാവും ഈ ഡയറക്റ്റ് സ്പീച്ചിൽ. ഒന്ന് റിപ്പോർട്ടിംഗ് പാർട്ടും ഒന്ന് സ്പീച്ച് പാർട്ടും. റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടർ കോമാസിന് വെളിയിലുള്ളതും ഇൻവേർട്ടർ കോമാസിന് അകത്തുള്ളത് സ്പീച്ച് പാർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് പാർട്ടിൽ ഇവിടെ ദ ടീച്ചർ സെഡ് ടു മീ എന്നാണ് വന്നിരിക്കുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഈ സെഡ് ടു എന്നുള്ളത് ആസ്ക്ഡ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ദ ടീച്ചർ ആസ്ക്ഡ് മീ എന്നാണ് വരേണ്ടത്. പിന്നെ ഇതൊരു എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടിംഗ് പാർട്ടിനെയും സ്പീച്ച് പാർട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഈഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യണം. ഈഫും വെദറും യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻ സിയിലും ഡിയിലുമാണ്. ഈഫ് അല്ലെങ്കിൽ വെദർ, രണ്ടിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. പിന്നെ ഇവിടെ ആസ്ക്ഡ് വന്നിട്ടുള്ളത് കൊണ്ട് ഹാവ് എന്നുള്ളത് ഹാഡായിട്ട് മാറും. പിന്നെ യു എന്നുള്ളത് ഐ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് മെറ്റ് ദ പ്രിൻസിപ്പാൾ. ഇപ്പം ഇതൊരു എസ് ഓർ നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എസ് ഓർ നോട്ട് ടൈപ്പ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, വാട്ടും വിച്ചും ഒക്കെ ചേർത്ത് വരുന്നത്. അങ്ങനെയൊക്കെ അത് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ, വാട്ട് വിച്ചൊക്കെ ക്വസ്റ്റ്യൻ വേർഡ് ചേർത്തിട്ടാണ് വരുന്നതെങ്കിൽ ഈ റിപ്പോർട്ടിംഗ് പാർട്ടിനെയും സ്പീച്ച് പാർട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഈഫോ വെദറോ അല്ലെങ്കിൽ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് ഓർത്ത് വെച്ചോണേ. ഇത് എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യനും കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈഫും വെദറും യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് ഉള്ള സെൻറ്റൻസ് ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് കണക്ട് ചെയ്യാനായിട്ട് വേറെ വേർഡൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ കറക്റ്റ് ആർട്ടിക്കിൾ ആൻഡ് fill the sentence aptly. After dash year or two, the question can be reconsidered. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, എ. ഇവിടെ കറക്റ്റ് ആർട്ടിക്കിളാണ് ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇയർ ആണ് വന്നിരിക്കുന്നത്. ഇയറിന് മുമ്പിൽ എ ആണ് വരുന്നത്. ഇയറിന് മുമ്പിൽ ആർട്ടിക്കിൾ എ ആണ് വരുന്നത്. കാരണം കൺസോണൻ്റ് സൗണ്ടിന് മുമ്പിൽ ആർട്ടിക്കിൾ എയും വവൽ സൗണ്ടിന് മുമ്പിലായിട്ട് ആനുവാണ് ചേർക്കേണ്ടത്.
കൺസോണൻ്റ് ലെറ്റേഴ്സ് എന്ന് പറയുന്നതും വവൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നതും എന്താണെന്ന് പറയാം. വവൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഇ ഐ ഒ യു, അതാണ് വവൽ ലെറ്റേഴ്സ്. ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സും കൺസോണൻ്റ് ലെറ്റേഴ്സാണ്. അപ്പം കൺസോണൻ്റ് ലെറ്ററിന് മുമ്പിലായിട്ട് എയും ചേർക്കും, വവൽ ലെറ്റേഴ്സിന് മുമ്പിൽ ആനും ചേർക്കും. പക്ഷെ ചില കേസിൽ ഈ കൺസോണൻ്റ് ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് ചിലപ്പം വവൽ സൗണ്ടിലായിരിക്കും അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ആൻ ചേർക്കേണ്ടി വരും. അതുപോലെ വവൽ ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചില വേർഡ്സ് കൺസോണൻ്റ് സൗണ്ടിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിൽ അതിന് മുമ്പിൽ എയും ചേർക്കേണ്ടി വരും. ഇവിടെ തന്നിരിക്കുന്നത് കൺസോണൻ്റ് ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് ഇയർ. അത് പ്രൊനൗൺസ് ചെയ്യുമ്പോഴും കൺസോണൻ്റ് സൗണ്ടിൽ തന്നെയാണ്, യാ വെച്ചിട്ടാണ് ഇയർ എന്നാണ് പറയുന്നത്. അത് കൺസോണൻ്റ് സൗണ്ടിലുമാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, കൺസോണൻ്റ് ലെറ്റേഴ്സിലുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈ അല്ലേ, കൺസോണൻ്റ് ലെറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എ ഇയർ എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് കറക്റ്റ് ടെൻസ്. ദ ബെൽ ഡാഷ് റിങ് ബിഫോർ ഐ റീച്ച്ഡ് ദ സ്കൂള്. ഓപ്ഷൻ സി ഹാർഡ് റങ്. അതായത് ഒരു കാര്യം സംഭവിക്കുന്നതിന് മുൻപേ മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കാൻ ആദ്യത്തെ സംഭവം പാസ്റ്റ് പെർഫെക്റ്റിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സ്കൂളിൽ എത്തിയത് രണ്ടാമത് നടന്ന കാര്യവും ബെല്ലടിച്ചത് ആദ്യം നടന്ന കാര്യവുമാണ്. അപ്പം ബെല്ലടിച്ചു എന്നതിന് മുമ്പിലായിട്ട് ഹാർഡ് പ്ലസ് V3 അല്ലെങ്കിൽ എന്താ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഹാർഡ് പ്ലസ് V3. അപ്പം ഹാർഡ് റങ് എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് ദ സൺ, ദ മൂൺ, സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്. അസ്ട്രോണമർ. സണ്ണിനെയും മൂണിനെയും നക്ഷത്രങ്ങളെയും പ്രപഞ്ചത്തെയൊക്കെ പറ്റി പഠിക്കുന്ന ആൾക്കാരെ അസ്ട്രോണമർ എന്നാണ് വിളിക്കുന്നത്. അസ്ട്രോളജർ അല്ലെങ്കിൽ അസ്ട്രോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജോത്സ്യൻ, അതായത് നമ്മുടെ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അസ്ട്രോളജർ അല്ലെങ്കിൽ അസ്ട്രോളജിസ്റ്റ്. ഭാവി കാര്യം പറയുന്ന ആൾക്കാർ, അതാണ് അസ്ട്രോളജർ എന്ന് പറയുന്നത്. കോബ്ലർ എന്ന് വെച്ചാൽ ഈ ഫുട്വെയർ റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, അതായത് ചെരുപ്പുകൾ നന്നാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ചെരുപ്പ് കുത്തി എന്ന് മലയാളത്തിൽ പറയും. ചെരുപ്പ് നന്നാക്കുന്ന ആൾക്കാർ, ഫുട്വെയർ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരെയാണ് കോബ്ലർ എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ ഓപ്പോസിറ്റ് ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. സ്വാലിഹ് ലുക്ക്ഡ് ചീർഫുൾ, വേറാസ് സുമിൻ ലുക്ക്ഡ് ഡാഷ്. ചീർഫുൾ ആണ് അണ്ടർലൈൻഡ് വേർഡ്. ചീർഫുൾ എന്ന് വെച്ചാൽ ഹാപ്പി, ജോയസ് എന്നൊക്കെയാണ് അർത്ഥം, അതായത് സന്തോഷം. സ്വാലിഹിന് സന്തോഷമാണുള്ളതെങ്കിൽ സുമിൻ എന്ത് വരണം, സന്തോഷത്തിൻ്റെ ഓപ്പോസിറ്റിന് സങ്കടം അല്ലെങ്കിൽ വിഷമം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഗ്ലൂമിയാണ് കറക്റ്റ്. സന്തോഷത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ, ചീർഫുള്ളിൻ്റെ ഓപ്പോസിറ്റ് ഗ്ലൂമി. ചീർഫുൾ, ഗ്ലൂമി. സന്തോഷത്തോടെ ഇരിക്കുക അല്ലെങ്കിൽ വിഷമത്തോടെ ഇരിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഗ്ലൂമിയാണ് വരേണ്ടത്. ചീർഫുൾ ഓപ്പോസിറ്റ് ഗ്ലൂമി. എന്താ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഉള്ളടക്കം, അതല്ലേ കണ്ടന്റിൻ്റെ മീനിങ്, അതാണ് കണ്ടന്റ്. ഹാപ്പി, ജോയസ് എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ആപ്റ്റ് സിനോണിം ഫോർ ദി വേർഡ് അണ്ടർലൈൻഡ്. ദ വുമൺ ലുക്ക്ഡ് വെരി വീക്ക്. വീക്ക് എന്ന് വെച്ചാൽ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സിനോണിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സെയിം മീനിങ് ഉള്ള വേർഡ് എന്ന് പറയുന്നത് ഫീബിളാണ്. ക്ഷീണിച്ച എന്നുള്ള അർത്ഥത്തിൽ ഫീബിളാണ് വരുന്നത്. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ സമർത്ഥമായ, അതാണ് സ്മാർട്ട്. അമിയബിൾ എന്ന് പറഞ്ഞാൽ സൗഹൃദപരമായി, ഫ്രണ്ട്ലി, അതാണ് അമിയബിൾ. വിക്കിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ദുഷ്ടത അല്ലെങ്കിൽ ദുഷ്ടൻ എന്നാണ് വിക്കിഡ് എന്നുള്ളതിൻ്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇഫ് യു ഡാഷ് മണി യു വിൽ ക്വിറ്റ് ദ ബിസിനസ്. അതായത് നിങ്ങൾ പണം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിർത്തേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പം ഇത്
ഈഫ് ക്ലോസിലെ ഫസ്റ്റ് ടൈപ്പുള്ള ഒരു സെൻറ്റൻസാണ്. ഈഫ് ക്ലോസിലെ ഫസ്റ്റ് ടൈപ്പാണ് ഈ സെൻറ്റൻസ്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പിൽ ഈഫ് ക്ലോസിലെ ഫസ്റ്റ് ടൈപ്പിൽ മെയിൻ ക്ലോസിൽ വില്ല് പ്ലസ് V1 അല്ലെങ്കിൽ ഷാൽ പ്ലസ് V1 അല്ലെങ്കിൽ ക്യാൻ പ്ലസ് V1 അല്ലെങ്കിൽ മേ പ്ലസ് V1 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഈഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് വെർബായിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഈഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് വെർബ്. അപ്പോൾ ഇവിടെ സിമ്പിൾ പ്രസൻ്റ് ആയിട്ടുള്ള വെർബ് ഏതാണെന്ന് നോക്കാം. അത് ഓപ്ഷൻ ഡി ലോസ്റ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് വെർബ് ഇവിടെ ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ്. നഷ്ടം എന്നാണ് ഇവിടെ അർത്ഥം വരേണ്ടത്. നഷ്ടപ്പെടുക എന്ന് പറയുമ്പോഴാണ് അത് വെർബ് എന്ന് പറയുന്നത്. നഷ്ടം എന്ന് പറഞ്ഞാൽ അതൊരു നൗണാണ്. അപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻ എയിലെ ലോസും ഓപ്ഷൻ ഡിയിലെ ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം തന്നെയാണ് മീനിങ്. നഷ്ടം എന്ന് പറയുന്നതാണ് ഓപ്ഷൻ എ, നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി നഷ്ടപ്പെടുക എന്ന് പറയുമ്പോഴാണ് അത് വെർബായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലൂസ് എന്ന് പറഞ്ഞാൽ അയഞ്ഞതെന്നർത്ഥം, അയഞ്ഞത്. ലോസിൻ്റെ പാസൻസ് ആണ് ലോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ് വിത്ത് ദ റൈറ്റ് ഫ്രേസൽ വെർബ് ഫോർ ദി അണ്ടർലൈൻഡ് വേർഡ്. ദ ഡോക്ടർ അഡ്വൈസ്ഡ് മീ ടു അബാൻഡൺ സ്മോക്കിംഗ്. അബാൻഡൺ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ദ ഡോക്ടർ അഡ്വൈസ്ഡ് മീ ടു ഗിവ് അപ്പ് സ്മോക്കിംഗ്. അബാൻഡൻ്റെ മീനിങ്ങിൽ വരുന്നത് ഗിവ് അപ്പ് ആണ്, ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഗിവ് അപ്പ് ആണ് വരേണ്ടത്. ഗിവ് അവേ എന്ന് പറഞ്ഞാൽ ദാനം കൊടുക്കുക അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഗിവ് അവേ യൂസ് ചെയ്യുന്നത്. ഗിവ് അവേ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ചെയ്യുക. നമ്മൾ ചില യൂട്യൂബേഴ്സൊക്കെ പറയാറില്ലേ, നിങ്ങൾക്കൊരു ഗിവ് അവേ തരുന്നുണ്ടെന്ന്. അതായത് നമുക്കൊരു ഗിഫ്റ്റ് തരുന്നുണ്ടെന്ന്. അതിനായിട്ട് ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണണം, ഞങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആൻസർ ചെയ്യുവാണെങ്കിൽ, കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഗിവ് അവേ തരുന്നുണ്ടെന്ന് ഇങ്ങനെ യൂട്യൂബിലൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതവർ ഗിഫ്റ്റ് തരുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗിവ് അവേ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കുക. കോൾ ഓഫ് എന്ന് വെച്ചാൽ ക്യാൻസൽ, അതായത് പിൻവലിക്കുക, റദ്ദാക്കുക. അതാണ് കോൾ ഓഫിൻ്റെ മീനിങ്, ക്യാൻസൽ. അതുപോലെ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ് അല്ലെങ്കിൽ അണയ്ക്കുക, കെടുത്തുക. ഇതൊക്കെയാണ് പുട്ട് ഔട്ടിൻ്റെ മീനിങ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്